Hi everyone, this is Deepam. Welcome to my channel. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് വളരെ ഇപ്പോൾ ചർച്ചാ വിഷയമായി മാറിയിരിക്കുന്ന വാട്സാപ്പിൻ്റെ ന്യൂ പോളിസിയെ കുറിച്ചാണ്. വാട്സാപ്പ് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ സോഷ്യൽ മീഡിയ തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ 2021 അതിൻ്റെ ന്യൂ പോളിസി, അതായത് നമുക്ക് വാട്സാപ്പ് തുറക്കുമ്പോൾ തന്നെ ഇപ്പോൾ ഒരു നോട്ടിഫിക്കേഷൻ വരുന്നുണ്ടാവും. അപ്പോൾ അഗ്രി ഓർ നോട്ട് നൗ രണ്ട് ഓപ്ഷൻസാണ് നമുക്ക് വരിക. അതായത് വാട്സാപ്പ് പറയുന്ന കണ്ടീഷൻസ് നമ്മൾ പാലിക്കുന്നുണ്ടോ എങ്കിൽ നമുക്ക് വാട്സാപ്പ് പിന്നീടും അവൈലബിൾ ആവും, അല്ലെങ്കിൽ നമുക്ക് ഈ വാട്സാപ്പ് എന്ന കമ്മ്യൂണിക്കേഷൻ ടൂൾ നമുക്ക് ഉപയോഗശൂന്യമായി മാറും എന്നുള്ളതാണത്. അപ്പോൾ അതിൽ പലർക്കും, എൻ്റെ സ്റ്റുഡൻസും പലരായിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു, എന്താണ് ഇത് സെക്യൂരിറ്റി പ്രോബ്ലംസ് ഉണ്ടോ എന്നുള്ളത്. അതായത് ആസ് പെർ ദ ന്യൂ പോളിസി അതിൽ പറയുന്നത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ ഡേറ്റ, അതായത് നമുക്കറിയാം വാട്സാപ്പിൻ്റെ ഒരു പാരന്റൽ കമ്പനി തന്നെയാണ് ഫേസ്ബുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ വാട്സാപ്പ് ഈസ് ഗോയിങ് ടു ബി ഡീപ് ഇൻ്റഗ്രേഷൻ വിത്ത് ഫേസ്ബുക്ക് ആസ് വെൽ ആസ് അതർ കമ്പനീസ് ഫോർ ഷെയറിങ് അവർ ഡേറ്റ. അതായത് നമ്മളെപ്പോലെയുള്ള യൂസേഴ്സിൻ്റെ ഇൻഫർമേഷൻ ഷെയർ ചെയ്യാം, അത് ഫേസ്ബുക്കുമായിട്ടും മറ്റു കമ്പനികളുമായിട്ടും ഷെയർ ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ അത് നമ്മൾ അഗ്രി ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മളുടെ എങ്ങനത്തെയൊക്കെ ഡേറ്റയാണ്, അപ്പോൾ നമ്മൾ യൂസേഴ്സ് എല്ലാം കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുകയാണ്, എന്തൊക്കെ ഡേറ്റയാണ് നമ്മളുടെ ചോർന്ന് പോവുക എന്നുള്ളത്, ഈ അഗ്രി കൊടുത്തു കഴിഞ്ഞാൽ പ്രശ്നമാവുമോ എന്നുള്ളത്. പക്ഷേ അതിൽ ന്യൂ പോളിസിയിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം ഫേസ്ബുക്കിലായാലും വാട്സാപ്പിലായാലും ടെലിഗ്രാമിലായാലും ഏത് കമ്മ്യൂണിക്കേഷൻ മീഡിയ ആയാലും നമ്മളൊരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കുമ്പോൾ നമ്മളോട് എല്ലാ ആപ്സും പെർമിഷൻസ് നമ്മളോട് ചോദിക്കാറുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നുകിൽ നമ്മുടെ ഡിവൈസ്, IP അഡ്രസ്സ്, ലൊക്കേഷൻ, ഇതെല്ലാം നമ്മൾ ആക്സസിബിലിറ്റി കൊടുക്കണം, എന്നാൽ മാത്രമേ നമുക്ക് ഈ ഫീച്ചർ അവൈലബിൾ ആവുള്ളൂ. അതേപോലെ തന്നെ വാട്സാപ്പിൽ വരുന്നത് ഈ പുതിയ ഫീച്ചർ എന്ന് പറയുന്നതും നമ്മളുടെ ഡേറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചാറ്റ്സ് ഒന്നും അവർ സ്റ്റോർ ചെയ്യില്ല. എങ്കിൽ തന്നെയും അത് സെർവറിൽ, ഇപ്പം ഞാൻ അയക്കുന്ന ഒരു മെസ്സേജ് അത് റിസീവ് ചെയ്യുന്ന ആൾ ഓഫ്ലൈൻ ആണെങ്കിൽ 30 days വരെ അവിടെ സെർവറിൽ ഉണ്ടാവും. അത് കഴിഞ്ഞാൽ അവർ ഡിലീറ്റ് ആക്കുന്നതാണ്. പക്ഷെ നമ്മളുടെ എന്താ പറയുക, ഡിവൈസ് നെയിം, IP അഡ്രസ്, ലൊക്കേഷൻ, ഇതെല്ലാം തന്നെ ഉണ്ടായിരിക്കും, അത് ഷെയർ ചെയ്യും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് തന്നിരിക്കുന്ന സമയം February 8th ആണ്. February 8th വരെ നമുക്കിതിനെക്കുറിച്ച് അനാലിസിസ് ചെയ്ത് മാക്സിമം എന്തൊക്കെയാണ് സെക്യൂരിറ്റി എന്നുള്ളത് ചെയ്തിട്ട് നമുക്ക് ഒരു ഡിസിഷൻ എടുക്കാനുള്ള സമയം February 8th വരെ. അപ്പോൾ അതുവരെ നമുക്ക് നോട്ട് നൗ കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതല്ല, നമുക്ക് ഈ പോളിസീസ് ഒന്നും സ്വീകാര്യമല്ല എങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, വാട്സാപ്പ് അക്കൗണ്ട് ഡിലീറ്റ് ആക്കാം എന്നുള്ളതാണ്. ഈ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ വാട്സാപ്പ് അഷ്യൂർ ചെയ്തിരിക്കുന്ന കാര്യം, നമ്മൾക്കറിയാം ആസ് എ നെറ്റിസൺ നമ്മൾക്കെല്ലാം ഒരു നെറ്റിക്യൂട്ടി ഉണ്ട്, അതായത് റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. അപ്പോൾ ഓരോ കൺസ്യൂമറിൻ്റെയും പ്രൈവസി ആൻഡ് പോളിസീസ് അത് 100% സെക്യൂർ ആയിട്ട് സൂക്ഷിക്കാൻ ഏതൊരു സോഷ്യൽ മീഡിയയും ബാധകമാണ്. അതേപോലെ തന്നെ വാട്സാപ്പും അത് അഷ്വർ ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മൾക്കറിയാം, നമ്മൾ പ്ലേ സ്റ്റോറിലായാലും അനവധി ആപ്സ് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അത് ഇൻസ്റ്റാൾ ചെയ്യണ സമയത്ത് തന്നെ നമ്മളോട് പെർമിഷൻ ചോദിക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ തന്നെ നമ്മൾ ചിലപ്പോൾ ഫുള്ളായിട്ട് വായിച്ച് നോക്കാതെ തന്നെ നമ്മൾ അഗ്രി എന്ന് കൊടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ അഗ്രി കൊടുക്കുന്ന സമയത്ത് ആ ടേംസ് ആൻഡ് കണ്ടീഷൻസ് നമ്മൾ അഗ്രി ചെയ്യുന്നതോടുകൂടി തന്നെ നമ്മുടെ ഡേറ്റ, നമ്മുടെ ലൊക്കേഷൻ, എല്ലാ ഡീറ്റെയിൽസും അവർ ക്യാപ്ചർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ബോധപൂർവം അല്ലെങ്കിലും നമ്മൾ ഈ സൈബർ വേൾഡിൽ വരുന്നതോടുകൂടി, നമ്മളൊരു നെറ്റിസൺ ആവുന്നതോടുകൂടി നമ്മളുടെ എല്ലാ ഇൻഫർമേഷനും റെക്കോർഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്, വാസ്തവമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വൈസായിട്ടുള്ള ഒരു ഡിസിഷൻ ഡിപ്പെൻസ് ഓൺ ഇൻഡിവിജ്വൽ നമുക്ക് എടുക്കാം. ഇപ്പോൾ വാട്സാപ്പ് തന്നെ കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അഗ്രി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വാട്സാപ്പിൻ്റെ സർവീസസ് അവൈലബിൾ ആവും. ഇത് പ്രത്യേകിച്ചും നമ്മുടെ ചാറ്റ്സിനെ ഒന്നും അല്ല ബാധിക്കുന്നത്. നമ്മുടെ ഈ പറഞ്ഞിരിക്കുന്ന, അതായത് ലൊക്കേഷൻ, IP അഡ്രസ്സ്, നമ്മുടെ ഡിവൈസ് നെയിം, ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾക്ക്. പിന്നെ നമ്മുടെ കോൺടാക്ട് ഇൻഫർമേഷൻ. ഒരു നെറ്റിസൺ ആയിക്കഴിഞ്ഞാൽ അയാളുടെ ഡീറ്റെയിൽസ് എന്തായാലും സെർവറിൽ ഉണ്ടായിരിക്കും. ഏതൊരു കണക്ഷൻ എടുക്കുകയാണെങ്കിൽ സിം ആയാലും ഫേസ്ബുക്കിലായാലും ഏതൊരു ആപ്പിലായാലും നമ്മൾ ബേസിക് ഡീറ്റെയിൽസ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ആ ഡീറ്റെയിൽസ് ഇവരും ഷെയർ ചെയ്യും എന്നുള്ളതാണ് ഈ വാട്സാപ്പ് ന്യൂ പോളിസിയിൽ കൊണ്ട് അർത്ഥമാക്കുന്നത്. പിന്നെ വൈസ് ഡിസിഷൻ എടുക്കേണ്ടത് നമ്മൾ തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ റെസ്പോൺസിബിൾ ആൻഡ് സെൻസിബിൾ ആയിട്ടുള്ള രീതിയിൽ നമ്മൾ നമ്മുടെ നെറ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോകാം. അപ്പോൾ ഞാൻ അതിൻ്റെ തർക്കത്തിലേക്കൊന്നും വരുന്നില്ല. അപ്പോൾ നമ്മുടെ ന്യൂ പോളിസി പറയുന്നത് ഇങ്ങനെയാണ്. എന്തെന്ന് വെച്ചാൽ, അവർക്ക് നമ്മൾ പെർമിഷൻ കൊടുക്കുകയാണ്, നമ്മളുടെ ഡീറ്റെയിൽസ്, ഈ പറഞ്ഞ ഡീറ്റെയിൽസ് നമ്മൾ ഷെയർ ചെയ്യാൻ തയ്യാറാണ് എന്നുള്ളതാണ്. ഇനിയിപ്പോൾ വരാൻ പോകുന്നത് സിഗ്നൽ, ടെലിഗ്രാം എന്നുള്ളതൊക്കെയാണ്
നമ്മൾക്ക് ഇനിയിപ്പോൾ വാട്സാപ്പ് ഒഴിവാക്കിയാൽ വരാൻ പറ്റുന്നത്. സിഗ്നലും ഒക്കെ ഓപ്പൺ സോഴ്സ് ആണ്. ഓപ്പൺ സോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പോലുള്ള യൂസേഴ്സിന് വേണമെങ്കിൽ കൂടുതൽ പോയിട്ട് വല്ല ഇഷ്യൂസ് ഉണ്ടെങ്കിലും അത് നമുക്ക് പരിഹരിക്കാനും അത് സജഷൻ കൊടുക്കാനും ഒക്കെ സാധിക്കും. വാട്സാപ്പ് എന്ന് പറഞ്ഞാൽ അല്ല, നമുക്കറിയാം വാട്സാപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഫ്രം ഫേസ്ബുക്ക് എന്ന് പറയാം, ഡീപ്പ് ഇന്റഗ്രേഷൻ വിത്ത് പാരന്റൽ കമ്പനിയാണ്. അപ്പോൾ അങ്ങനെയുള്ള കമ്പനീസുമായിട്ട് അത് ഈ സിഗ്നലിൻ്റെയൊക്കെ ഒരു നോൺ പ്രോഫിറ്റബിൾ ഓർഗനൈസേഷനാണ്. ഇത് മാർക്കറ്റിംഗ് പോലെ തന്നെയാണ്. അപ്പം നമ്മളറിയാതെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന പല ആപ്സും ചെയ്യുന്നത് എന്ത് തന്നെയാണ്, നമ്മുടെ ഡേറ്റ ഷെയർ ചെയ്യുന്നതിലൂടെ തന്നെ അതിന് പറയുന്ന പേര് തന്നെയാണ് മാർക്കറ്റിംഗ്. അപ്പോൾ ആ രീതിയിലാണ് വരുന്നത്. അപ്പോൾ തീരുമാനം നിങ്ങളുടേതാണ്. ഏത് തീരുമാനം എടുക്കണോ അത് നമുക്ക് എടുക്കാം. പക്ഷേ ഉപയോഗിക്കുന്നെങ്കിൽ നമ്മൾ സേഫായിട്ട് അതിൻ്റെ റൂൾസ് പാലിച്ച് എല്ലാം ചെയ്യുന്ന ചിലവരുണ്ടായിരിക്കും. നമ്മൾ ഏത് ആപ്സ് ആണെങ്കിലും അതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ കറക്റ്റ് വായിച്ച് നോക്കി സ്വീകാര്യമല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കില്ല. അങ്ങനെ കറക്റ്റായിട്ട് എല്ലാത്തിനും റെസ്ട്രിക്ഷൻസ് വെച്ചുകൊണ്ട് ചെയ്യുന്നവർക്ക് അവരവരുടേതായിട്ടുള്ള ഡിസിഷൻ എടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ അഗ്രി ചെയ്ത് വാട്സാപ്പിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, സോ ഇതാണ് പുതിയ പോളിസി. വായിച്ച് മനസ്സിലാക്കുക. ഫെബ്രുവരി 8 വരെ നമുക്ക് സമയം തന്നിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാം ഉപകാരപ്രദമായെങ്കിൽ ഒരു കാര്യം ചെയ്യണം, നിങ്ങൾ ഷെയർ ചെയ്യണം, അതുപോലെ ലൈക്ക് ചെയ്യണം, പിന്നെ നിങ്ങളുടെ വിലയേറിയ കമൻസ് അത് വേണം. ഓക്കെ, സോ ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ. സൈനിങ് ഓഫ്, ദീപ.